ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സ്പൈഡർമാൻ അത് പലർക്കും ഒരു വികാരമാണല്ലേ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും ഒരു സ്പൈഡർമാന്റെ കഥയാണ്. എന്നാൽ ഈ ഒരു സിനിമ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിരിക്കാൻ സാധ്യതയില്ല. ബാക്കിയുള്ള സ്പൈഡർമാൻ മൂവീസിനെ അപേക്ഷിച്ച് ഇത് അത്ര പോപ്പുലർ അല്ലായിരുന്നു. എന്തായാലും ഈ കഥയിൽ സ്പൈഡർമാൻ നേരിടാൻ പോകുന്നത് ഒരു ലിസാർഡിനെയാണ്, അതായത് പല്ലി മനുഷ്യൻ. തെറ്റായ പരീക്ഷണങ്ങളിലൂടെ ഒരു പാവം സയന്റിസ്റ്റ് ആണ് ശരിക്കും ഇതുപോലെ ഒരു പല്ലി മനുഷ്യനായിട്ട് മാറിയത്. എന്നാൽ പല്ലി മനുഷ്യനായി മാറിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ശരിക്കും ഒരു രാക്ഷസനാവുന്നുണ്ട്. ഇയാളുടെ ചിന്താഗതിയും അതുപോലെ തന്നെ ഭ്രാന്തമായിട്ട് മാറുകയാണ്. ഇയാൾ ആ നഗരത്തിൽ എന്തോ ഒന്ന് ചെയ്യാൻ പോവാണ്. അതിന് എന്തായാലും പീറ്റർ പാർക്കറിന് തടഞ്ഞേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ആ നഗരത്തിൽ പിന്നീട് ഉണ്ടാവുക മനുഷ്യരായിരിക്കില്ല, പകരം എന്തായിരിക്കും അത് നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അവന്റെ പേരാണ് പീറ്റർ പാർക്കർ. അവനിപ്പോ അവന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് അതിലൂടെ നടക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ എന്തോ ഒളിച്ചു കളിക്കുകയായിരുന്നു. എന്നാൽ കുറെ നേരമായിട്ടും പീറ്റർ വിളിച്ചിട്ട് അവന്റെ അച്ഛൻ റിച്ചാർഡ് വിളി കേൾക്കുന്നില്ല. മാത്രമല്ല റിച്ചാർഡിന്റെ റൂമിലേക്ക് പീറ്റർ പോയപ്പോ അവിടെ ഒരുപാട് പുസ്തകങ്ങളും നോട്ടുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആരോ വലിച്ചു വാരി വെച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ പീറ്ററിന്റെ അച്ഛൻ റിച്ചാർഡും അങ്ങോട്ടേക്ക് വരികയാണ്. റൂമിന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് അയാളും ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയൽ റിച്ചാർഡ് വേഗം തന്നെ എടുക്കുന്നുണ്ട്. മാത്രമല്ല അയാൾ അവിടെ ബോർഡിൽ എന്തൊക്കെയോ ചില സമവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചിലന്തിയുമായി ബന്ധപ്പെട്ട എന്തോ ചില കാര്യങ്ങളായിരുന്നു അതിൽ എഴുതി വെച്ചത്. എന്തായാലും പിന്നീട് റിച്ചാർഡ് മകനായിട്ടുള്ള പീറ്ററിനെയും കൂട്ടി ഭാര്യയും കൂട്ടി നേരെ പോകുന്നത് അയാളുടെ സഹോദരനായിട്ടുള്ള ബെന്നിന്റെ അടുത്തേക്കാണ്. ബെന്നും ബെന്നിന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. ബെന്നിനോട് കാര്യമായിട്ട് എന്തോ റിച്ചാർഡ് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മകനായിട്ടുള്ള പീറ്ററോട് റിച്ചാർഡ് യാത്ര പറയുന്നുണ്ട്. മോനെ, അച്ഛൻ കുറച്ചു നാൾ ഇവിടുന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മോൻ നല്ല രീതിയിൽ അങ്കിളുടെ കൂടെ നിൽക്കണം കേട്ടോ. അങ്കിളും ആന്റിയും നിന്നെ നന്നായിട്ട് നോക്കിക്കോളും. എന്നാൽ എന്താണ് സത്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് പീറ്ററിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞ് അവന്റെ അച്ഛനും അമ്മയും അവിടുന്ന് പോവാണ്. അന്നായിരുന്നു അവസാനമായിട്ട് പീറ്റർ അവന്റെ അച്ഛനെയും അമ്മയും കണ്ടത്. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നു പോവാണ്. അവനിപ്പോ വളർന്നു വലുതായി ഒരു യുവാവായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പീറ്റർ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. അധിക കൂട്ടുകാരോ അല്ലെങ്കിൽ അധികം ആരോട് സംസാരിക്കുന്ന ഒരു പ്രകൃതമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ബുള്ളിയായിട്ടുള്ള പയ്യനുണ്ട്. അവന്റെ പേരാണ് ഫ്ലാഷ്. ഈ ഫ്ലാഷ് എപ്പോഴും വന്ന് പീറ്ററിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, വെറുതെ ചൊറിയും. എന്നാൽ അതിനോടൊന്നും പീറ്റർ അധികം പ്രതികരിക്കാറില്ല. ഒരു പാവം പയ്യൻ. അതുപോലെ തന്നെ അവന് രണ്ട് വിനോദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, സ്കേറ്റിങ്ങും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും. അവന്റെ സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് അവൻ നേരെ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയം തന്നെ അവിടുത്തെ ബെഞ്ചിലായിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അവളുടെ പേരാണ് ഗുയിൻ സ്റ്റേസി. ഈ ഗുയിൻ സ്റ്റേസിയെ അവൾ പോലും അറിയാതെ നമ്മുടെ പീറ്റർ പാർക്കർ പ്രണയിക്കുന്നുണ്ട് കേട്ടോ. അവൾ അറിയാതെ അവളുടെ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ബുള്ളിപ്പൈൻ ഉണ്ടല്ലോ, ഫ്ലാഷ്. അവനൊരു പാവം ചെറുക്കനെ റാഗിംഗ് എന്ന പേരിൽ എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പിള്ളേര് അത് നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന പീറ്റർ പറയാണ്, ഫ്ലാഷ് നീ കാണിക്കുന്ന മഹാമോശമാണ്, വിട്ടേക്കെന്ന് പറയണം. ഇപ്പൊ ഫ്ലാഷ് പറയണ, എടാ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ, ഒരു കാര്യം ചെയ്യും, നിന്റെ കയ്യിൽ ക്യാമറയില്ലേ, ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്ന പറയണം. അപ്പൊ നമ്മുടെ പീറ്റർ പറഞ്ഞു പറ്റില്ല. ഇതിൽ ദേഷ്യം വന്ന ഫ്ലാഷ് വന്നിട്ട് അവൻ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുകയാണ് കേട്ടോ. അവന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുകയല്ലാതെ പീറ്റർ അവനൊന്നും തിരിച്ചു ചെയ്യുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഗുയിൻ സ്റ്റേസി വരുന്നത്. അവള് വന്ന വാർഡിന് ഫ്ലാഷിനോട് ഒന്ന് അടങ്ങിയിരിക്കാൻ, നീ അവിടുന്ന് പോകുന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട വാർഡ് ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൻ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഫ്ലാഷിനും ഗുയിനും ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും അവിടുന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞു ഇപ്പൊ പീറ്റർ ക്ലാസ്സിലേക്ക് വന്നു. അതേ ക്ലാസ്സിൽ തന്നെയാണ് ഗുയിനും ഉള്ളത്. ഗുയിൻ ഇപ്പോൾ പീറ്ററോട് ചോദിക്കുകയാണ്, എന്തായാലും അത്രയും ആളുകൾ ഉണ്ടായിട്ട് നീ മാത്രമാണല്ലോ ആ പാവത്തിനെ രക്ഷപ്പെടുത്താൻ പോയത്, നിനക്ക് നല്ലൊരു മനസ്സുണ്ട് എന്ന് പറയും. അതുപോലെ തന്നെ അവന്റെ പേരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പീറ്റർ അവന്റെ പേര് പറയുന്നുണ്ട്, പീറ്റർ പാർക്കർ. ഇന്നാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഇതിനുശേഷം പീറ്റർ നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അങ്കിൾ ബെന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വീടിന്റെ മുകളിലായിട്ട് എന്തൊക്കെയോ ചില അല്ലറ ചില്ലറ വർക്കുകളുണ്ട്. അപ്പോൾ അങ്കിളിനെ സഹായിക്കാനായിട്ട് അവന് മുകളിലേക്ക് പോവാണ്. അങ്ങനെ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അങ്കിൾ നേരെ താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പീറ്റർ ഒരു പഴയ ബാഗ് കാണുന്നുണ്ട്. അതിൽ RP എന്നുണ്ടായിരുന്നു, അതായത് റിച്ചാർഡ് പാർക്കർ, അതായത് അവന്റെ അച്ഛന്റെ ബാഗ് തന്നെയായിരുന്നു. ആ ബാഗ് എടുത്ത് അവൻ നേരെ താഴേക്ക് വരികയാണ്. എന്നാൽ പീറ്റർ പാർക്കറിന്റെ കയ്യിൽ ആ ബാഗ് കണ്ട സമയത്ത് അങ്കിളും ആന്റിയും ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്നാൽ ആ ഞെട്ടൽ അവൻ കാണാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഒരിക്കലും അവൻ കാണാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അതിലുണ്ട്. പിന്നീട് അതിൽ ഓരോ സാധനങ്ങൾ നമ്മുടെ പീറ്റർ പുറത്തേക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പഴയ കുറെ വസ്തുക്കൾ. എന്നാൽ ആ കൂട്ടത്തിൽ പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതായത് അവന്റെ അച്ഛനും അച്ഛന്റെ കൂടെ തന്നെ മറ്റാരോ ഒരാൾ. അപ്പൊ ആ ഒരു ഫോട്ടോ കാണിച്ച് അച്ഛന്റെ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് അറിയുമെന്ന് പീറ്റർ അങ്കിളിനോട് ചോദിക്കുമ്പോൾ അങ്കിൾ അറിയില്ല എന്ന് പറയണം. അതുപോലെ തന്നെ അവനോട് ആന്റി പറയണ, നീ വേഗം പോയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓക്കെ എന്ന് പറഞ്ഞ് പീറ്റർ നേരെ റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോയി അവൻ ആ ഒരു പെട്ടി ഒന്നുകൂടെ പരിശോധിക്കുകയാണ്. വീണ്ടും ചില പഴയ വസ്തുക്കൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന കണ്ണാടിയും കിട്ടുകയാണ്. പീറ്റർ ഇപ്പോൾ അവന്റെ കണ്ണിലെ ലെൻസ് ഊരിക്കളഞ്ഞ് ആ കണ്ണാടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബാഗ് പരിശോധിച്ചപ്പോൾ മറ്റൊരു സാധനം കൂടെ കിട്ടുന്നത് ഒരു സീക്രട്ട് ഫയലായിരുന്നു. അത് ആ ഫയലിലെ ചില കാര്യങ്ങൾ അവൻ വായിച്ചു നോക്കുന്നുണ്ട്. അവനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിലെ ചില കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഒട്ടും മനസ്സിലാവാത്ത ചില ഇക്വേഷൻസ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു
ഒരു ഇക്വേഷൻ അവൻ കാണുന്നത് തന്നെ. ഇപ്പൊ അങ്ങോട്ടേക്ക് അങ്കിൾ ബെൻ വരികയാണ്. അവൻ വേഗം തന്നെ ആ ഒരു ഫയൽ ബാഗിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്കിൾ ബെൻ വേഗം ഫുഡ് കഴിക്കാൻ വരാൻ പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ റിച്ചാർഡിന്റെ കൂടെ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് അറിയില്ല എന്നല്ല ബെന്ന് പറയുന്നത്. ഇപ്പൊ ബെന്ന് പറയണത് ഞാൻ മറന്നുപോയത് അത് നിന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്ത മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ആളുടെ പേര് ഡോക്ടർ കോണർ എന്നാണ്. ഇതേ സമയം തന്നെ നമ്മുടെ പീറ്ററിന്റെ കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോയും അങ്കിൾ ബെൻ കാണുന്നുണ്ട്. അത് നമ്മുടെ ഗ്വിൻ സ്റ്റേസിയുടെ ഫോട്ടോ ആയിരുന്നു. എന്തായാലും ആ ഫോട്ടോ കണ്ടപ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, കാണാൻ കൊള്ളാം, നല്ല കുട്ടിയാണ്, എന്തായാലും നീ വേഗം വാന്ന് പറഞ്ഞിട്ട് അങ്കിൾ പോവുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ പീറ്റർ അവന്റെ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം സെർച്ച് ചെയ്യാണ്. അവന്റെ അച്ഛൻ എന്താ സംഭവിച്ചത്? അവന്റെ അച്ഛൻ ഒരു സാധാരണ ആളായിരുന്നില്ല. ഒരു വലിയൊരു കമ്പനിയുണ്ട്, ഓസ്കോപ്പ് ഇൻഡസ്ട്രി എന്നാണ് അതിന്റെ പേര്. ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അവന്റെ അച്ഛൻ. മാത്രമല്ല ഒരു പ്ലെയിൻ ക്രാഷിലാണ് അവന്റെ അച്ഛൻ മരിച്ചുപോയത്. പിന്നീട് അച്ഛന്റെ കൂടെ വർക്ക് ചെയ്ത സയന്റിസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടർ കോണർ, അദ്ദേഹം ഇപ്പോഴും ഓസ്കോപ്പിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റിസർച്ചും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഇപ്പൊ പീറ്റർ നെറ്റിൽ നോക്കി വായിച്ച് മനസ്സിലാക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ നേരെ പോകുന്നത് ഓസ്കോർപ്പിലേക്കാണ്. അതൊരു വലിയ ലോകം തന്നെയാണ്. ഒരുപാട് 100ന് മുകളിൽ നിലകളുള്ള ഒരു വലിയ ബിൽഡിംഗ്, ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പരീക്ഷണങ്ങൾ, ടെക്നോളജി, ഇതെല്ലാം ഇവിടെ വെച്ച് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഈ സമയത്താണ് കുറെ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പിനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അതിൽ ഒരാളുടെ ഐഡിയ എങ്ങനെയൊക്കെയോ മോഷ്ടിച്ച് ഒരു വിധത്തിൽ പാർക്കർ അതിന്റെ ഉള്ളിൽ കയറി പറ്റുകയാണ്. എന്നാൽ ഓൾറെഡി അവിടെ മറ്റൊരാളുണ്ടായിരുന്നു, മറ്റാരുമല്ല നമ്മുടെ ഗ്വിൻ സ്റ്റേസി തന്നെ. അവൾ നന്നായിട്ട് പഠിക്കും. മാത്രമല്ല ഡോക്ടർ കോണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ലാബിൽ ചെറിയ ഇന്റേൺഷിപ്പ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ അവിടെ തന്നെ ചെറിയൊരു ജോലിയും ചെയ്യുന്നുണ്ട്. അവരുടെ കോളേജിൽ നിന്നും കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഗ്വിൻ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ഗ്വിൻ കാണാതിരിക്കാൻ വേണ്ടി പീറ്റർ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും നേരെ പോകുന്നത് ഡോക്ടർ കോണറിനെ കാണാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ റിസർച്ചുകളെ കുറിച്ച് അറിയാനായിട്ട്. ഇപ്പൊ ഡോക്ടർ കോണർ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന് ഒരു കൈ ഉണ്ടായിരുന്നില്ല, ആക്സിഡന്റിൽ അത് മുറിഞ്ഞു പോയതാണ്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നപാട് തന്നെ കുറെ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു പുതിയ തരം മനുഷ്യരെ ഉണ്ടാക്കലാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, കാഴ്ചശക്തിയിലും കേൾവിശക്തിയിലും. ചില ആളുകൾ വികലാംഗരായിരിക്കും. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഓരോ മനുഷ്യരും കുടുങ്ങി പോകുന്നില്ലേ, അതിലൊരു മാറ്റം വരണം, പുതിയ പരീക്ഷണങ്ങൾ നടത്തണം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് പിള്ളേരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ പീറ്റർ പാർക്കർ പറയണം, സാറേ സാർ ഉദ്ദേശിച്ചത് ക്രോസ് സ്പീഷീസ് ജെനറ്റിക്സ് അതിനെക്കുറിച്ചാണോ? അതായത് സെല്ലുലാർ റീജനറേഷൻ. പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ പീറ്റർ പാർക്കർ പറയുമ്പോൾ ഇത് കണ്ട് ഡോക്ടർ കോണർ ഒന്ന് ഇംപ്രസ് ആവുന്നുണ്ട്. കൊള്ളാലോ, ഇത്രയും പേരുണ്ടായിട്ട് നിനക്ക് മാത്രമാണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. സത്യത്തിൽ ഇന്നലെ തന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പീറ്റർ ഒന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പീറ്റർ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഗ്വിൻ അവനെ കാണുന്നത്. ഇതേ നേരം തന്നെ ഡോക്ടർ കോണറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അപ്പൊ ഗ്വിനിനെ പിള്ളേരെ ഏൽപ്പിച്ച് അയാൾ അവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ഗ്വിൻ നേരെ പോകുന്നത് പാർക്കറിന്റെ അടുത്തേക്കാണ്. എടാ, നിന്റെ പേര് ലിസ്റ്റിലില്ലല്ലോ, എങ്ങനെയോ ഉഡായ്പിൽ കയറി വന്നേലേ. എന്തായാലും ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല, പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം. ഇപ്പൊ പീറ്റർ പറയുന്നത്, ഏയ് ഞാനൊരു പ്രശ്നം ഉണ്ടാകില്ല, നിങ്ങളുടെ കൂടെ തന്നെ അടങ്ങി ഒതുങ്ങി നിന്നോളാന്ന് പറയണം. എന്നാൽ ഗ്വിനിന്റെ ശ്രദ്ധ മാറിയപ്പോൾ അപ്പൊ തന്നെ അവൻ അവിടുന്ന് മാറുകയാണ്. ആ പോകുന്ന പോക്കിൽ ഒരാളുടെ ദേഹത്ത് അവൻ ഇടിക്കുന്നുണ്ട്. ഇയാളുടെ പേര് മിസ്റ്റർ രജിത്ത് എന്നാണ്. ഈ കമ്പനിയിലെ തന്നെ ഉയർന്ന റാങ്കിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇടിച്ച സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ താഴേക്ക് വീഴുന്നുണ്ട്. ആ ഫയലിൽ 2 സിമ്പിൾസ് ഇപ്പോൾ നമ്മുടെ പീറ്റർ കാണുന്നുണ്ട്. ഇതേ സിമ്പിൾ തന്നെ അവന്റെ അച്ഛന്റെ ആ ഒരു ഫയലിലും അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലത്ത് വീണ ഫയൽ അവൻ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ മിസ്റ്റർ രജിത്ത് അവനൊന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ, നോക്കിയും കണ്ടൊക്കെ നടക്കുന്നു പറഞ്ഞിട്ട്. രജിത്ത് പിന്നീട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ പീറ്ററിന് ആ ഫയലിൽ എന്താണെന്ന് അറിയണം. അവന്റെ അച്ഛന്റെ ഫയലിലും ഇയാളുടെ ഫയലിലും ഇതേ സിമ്പിൾ വരണമെങ്കിൽ ഇതിനൊക്കെ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രജിത്തിനെ ഫോളോ ചെയ്തു പോവാണ്. അയാളാണെങ്കിൽ ഇപ്പൊ നേരെ ഒരു ലാബിലേക്ക് പോകുന്നുണ്ട്. മറിഞ്ഞിരുന്നുകൊണ്ട് പീറ്റർ അത് കാണുകയാണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രത്യേകതര ലോക്കായിരുന്നു, അതും പീറ്റർ നോക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ ആ ലാബിന്റെ ഉള്ളിൽ നിന്നും 2 സയന്റിസ്റ്റുകൾ വരികയാണ്. അവരോട് ഈ രജിത്ത് എന്തൊക്കെ ചില കാര്യങ്ങൾ സംസാരിച്ച് അവരവിടുന്ന് പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ പീറ്റർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതിന്റെ ലോക്ക് അവൻ നോക്കി വെച്ചായിരുന്നു. അത് തുറന്ന് അവൻ അതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. മാത്രമല്ല ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഈ 8 ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു വലയുണ്ടല്ലോ, അതുപോലെയുള്ള എന്തോ ഒരു മെറ്റീരിയൽ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ റൂമിലേക്ക് പോയപ്പോൾ വലിയൊരു മെഷീൻ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് 8 സ്പൈഡർ അതിന്റെ ആ ഒരു വലകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവരെന്താ ഉണ്ടാക്കുന്നതെന്ന് അവനൊന്നും മനസ്സിലായില്ല. അതുപോലെ തന്നെ ആ മെഷീന്റെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ 8 ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിലുണ്ടായിരുന്ന ഒരു വലയിൽ അവൻ അറിയാതെ തൊട്ടപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വരികയാണ്. ഒരുപാട് 8 അവന്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും അവൻ എല്ലാത്തിനെയും തട്ടിക്കളയാണ്. എന്നാൽ ഒരെണ്ണം മാത്രം അവന്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ അവൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് ഡോക്ടർ കോണറിനെയും അതുപോലെ തന്നെ മിസ്റ്റർ രജിത്തിനെയാണ്. ഡോക്ടർ കോണറിന് എന്തോ ഒരു ടാസ്ക് ഈ രജിത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കമ്പനിയുടെ മുതലാളി ഉണ്ടല്ലോ, നോമാൻ ഓസ്കോപ്പ്, അയാൾക്ക് മാരകമായ ഒരു അസുഖമുണ്ട്. അപ്പൊ ആ അസുഖത്തിന് വേണ്ടിയുള്ള മരുന്നാണ് ഡോക്ടർ കോണറിനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്നാൽ കോണർ ആണെങ്കിൽ അതിന് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ രജിത്ത് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു ടൈം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും ഞാനും ഈ കമ്പനി ഒന്നും ഉണ്ടാവില്ല, അത് മനസ്സിൽ വെച്ചോ എന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം നമ്മുടെ പീറ്ററിനെ കാണിക്കുന്നുണ്ട്. അവൻ നേരെ ആ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്വിനിനെ കാണാണ്. ഗ്വിനിന് മനസ്സിലായി ഇവൻ എന്തോ ഒപ്പിച്ചിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഗ്വിൻ പറയുന്നുണ്ട്, വെറുതെ വള്ളി പിടിക്കാൻ എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ട് തൽക്കാലം പാർക്കറെ നീ പുറത്തേക്ക് പോയിക്കോ, നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏയ് ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ഷർട്ടിന്റെ ഉള്ളിൽ കയറി
ആ ഒരു എട്ടുകാലി ഉണ്ടല്ലോ അത് അവന്റെ കഴുത്തിന്റെ പിന്നിൽ കടിക്കുകയാണ്. പെട്ടെന്ന് അവന് വല്ലാത്തൊരു വേദന തോന്നി കേട്ടോ. വേഗം തന്നെ അതിനെ എടുത്തു കളയുന്നുണ്ട്. പിന്നീട് ആ ഒരു കമ്പനി വിട്ട് പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ രാത്രി വീട്ടിലേക്ക് പോകാനായിട്ട് പീറ്റർ പാർക്കർ ഇപ്പൊ ഒരു ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ ആ എട്ടുകാലി കടിച്ചത് കൊണ്ടാ തോന്നുന്നു വല്ലാത്ത ക്ഷീണം, പനിക്കുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബോധമില്ലാതെ ട്രെയിനിലെ ആ ചെയറിൽ അവൻ കിടന്നുറങ്ങി പോവാണ്. ഇതേ നേരം ഒരു കള്ളുകൂടിയൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബിയറിന്റെ ബോട്ടിൽ അവന്റെ നെറ്റിയിൽ വെക്കുന്നുണ്ട്. ചുമ്മാ ഒരു തമാശക്ക്. ഇതിനിടയിൽ ആ ബിയർ ബോട്ടിലുണ്ടല്ലോ അതിന്റെ മുകളിൽ നിന്നും ഒരു തുള്ളി വെള്ളം പതിയെ താഴേക്ക് വന്ന് അവന്റെ നെറ്റിയിൽ തട്ടുകയാണ്. എന്തോ വലിയൊരു കല്ല് അവന്റെ ദേഹത്ത് വന്ന് വീണതുപോലെ അവൻ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഒറ്റ ചാട്ടാണ്. അതായത് ട്രെയിനിന്റെ മുകളിൽ പോയിട്ട് അവൻ അങ്ങനെ ഒരു എട്ടുകാലിയെ പോലെ പറ്റി പിടിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. എന്തിനാ അവരെ പറയുന്നത്? നമ്മുടെ പീറ്റർ പാർക്കർ വരെ ഞെട്ടിപ്പോണ്. ഞാനെങ്ങനെ മുകളിലെത്തിയത്? ഇതെങ്ങനെ ഇവിടെ പറ്റി പിടിച്ച് കിടക്കുന്നത്? പീറ്റർ വേഗം തന്നെ താഴേക്ക് ഇറങ്ങാണ്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് അറിയാതെ അവന്റെ കൈ തട്ടി പോകുന്നുണ്ട്. സോറി, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ എടുക്കാൻ നോക്കുമ്പോൾ കൈ എടുക്കാൻ പറ്റുന്നില്ല. കൈ അവിടെ ഒട്ടിപ്പോയിരിക്കുകയാണ്. ആ സ്ത്രീ ഇപ്പം വല്ലാതെ ചൂടാവുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് അവിടെ ഉണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നത്? മര്യാദക്ക് കൈ എടുത്തെന്ന് പറയണം. ഇപ്പൊ പീറ്റർ പറയണം ഞാനും അതിനെ തന്നെയാണ് ശ്രമിക്കുന്നത്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ തല്ലും എന്നൊരു അവസ്ഥ വന്നപ്പോൾ പീറ്റർ രണ്ടും കൽപ്പിച്ച് അവന്റെ കൈ ഒറ്റ വലിയാണ്. ആ വലി വലിച്ചപ്പോൾ ആ സ്ത്രീയുടെ ടീഷർട്ട് അങ്ങോട്ട് ഊരി വരുന്നുണ്ട്. അർദ്ധനഗ്നയായിട്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ഭർത്താവിന് ദേഷ്യം വരില്ലേ? പീറ്ററിനെ അടിക്കാനായിട്ട് അയാൾ ഒരു വരുത്ത് വരികയാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ പീറ്റർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇയാൾ തെറിച്ചു പോയി വീഴാണ്. ഇത് കണ്ട് ബാക്കിയുള്ള ആൾക്കാരും ഇടപെടുന്നുണ്ട്. പീറ്ററിനെ എല്ലാവരും കൂടെ തല്ലാൻ നോക്കുകയാണ്. എന്നാൽ ആർക്കും അവനൊന്നും തൊടാൻ പോലും കഴിയുന്നില്ല. എന്നാൽ പീറ്റർ ആണെങ്കിലും എവിടെയെങ്കിലും തൊട്ടാൽ ആ തൊടുന്ന സാധനമൊക്കെ പറഞ്ഞ് കയ്യിലേക്ക് വരികയാണ്. ഇനി എന്തായാലും ട്രെയിനിൽ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. അവൻ വേഗം തന്നെ ട്രെയിനിൽ പുറത്തേക്ക് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ഓടുകയാണ്. നന്നായിട്ട് തന്നെ വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിയപാട് ആന്റി മംഗളും അവന് ചീത്ത പറയണം. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയോ? എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ പീറ്റർ നേരെ അവന്റെ മുറിയിലേക്ക് പോവാണ്. പിന്നീട് അവന്റെ ബാഗും കാര്യങ്ങളൊക്കെ താഴെ വെച്ച് നേരെ ഫ്രിഡ്ജിലേക്ക് വന്ന് അതിലുണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ എടുത്തുകൊണ്ട് പോവാണ്. ഇത് കണ്ട് അങ്കിളും ആന്റിയും ഞെട്ടിപ്പോണ്. ഇവനെന്താ ഇത്രയും ഫുഡ് കൊണ്ടുവന്നേ? എന്തായാലും കൊണ്ടുപോയി ആ ഒരു ഭക്ഷണം മുഴുവൻ അവൻ കഴിച്ചു തീർക്കണം. അത്രയും വിശപ്പ് അവനുണ്ടായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവനൊരു ഉഷാറ് വന്നത്. മാത്രമല്ല കഴുത്തിന്റെ പിന്നിലായിട്ട് എന്തോ ഒരു ചൊറിച്ചിൽ പോലെ. അവൻ പതിയെ അവിടെ ഇങ്ങനെ തൊട്ട് വലിച്ചപ്പോൾ കഴുത്തിന്റെ ബേക്കിലായിട്ട് ചെറിയൊരു മുറിവ്. അതിന്റെ ഉള്ളിൽ നിന്നും ഈ എട്ടുകാലിയുടെ വലയുണ്ടല്ലോ അതുപോലെ എന്തോന്ന് പുറത്തേക്ക് ഇങ്ങനെ നീണ്ട് വലിഞ്ഞു വരുന്നു. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എന്തായാലും നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശല്യം എന്ന് പറഞ്ഞിട്ട് പതിയെ അതിലൊന്ന് തട്ടിയതാണ്. അത് തവിട് പൊടിയായി പോകുന്നുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല അവൻ എന്ത് ചെയ്താലും തൊടുന്നിടത്തൊക്കെ പൊട്ടിപ്പോവാണ്. വാഷ് ബേസ് തുറന്നപ്പോൾ അതിന്റെ ആ ഒരു പൈപ്പ് വരെ ഇളകി കയ്യിലേക്ക് വരുന്നുണ്ട്. എന്ത് ഈ ചുറ്റും നടക്കുന്നത്? ഒരു എട്ടുകാലി കടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. പല ആളുകൾക്കും എട്ടുകാലിയുടെ കടിയേറ്റപ്പോൾ അവിടെ ചൊറിച്ചിലും മുറിവും അതുപോലെ തന്നെ അലർജിയും പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇതുപോലൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ അവനിങ്ങനെ ആ ഒരു കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കീ എല്ലാം അവന്റെ ആ ഒരു വിരലിൽ ഒട്ടിപ്പിടിച്ച് വരികയാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ അവന്റെ അച്ഛന്റെ ആ ഒരു സീക്രട്ട് ഫയൽ ഉണ്ടല്ലോ അതെടുത്ത് നോക്കുകയാണ്. അതിൽ വളരെ വ്യക്തമായ രീതിയിൽ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു സീക്രട്ട് അൽഗുരിതാണ്. കുറെ നേരം നോക്കിയെങ്കിലും വ്യക്തമായിട്ട് അതിനെക്കുറിച്ചൊന്നും അവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നേരെ ഇപ്പോൾ അച്ഛന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഡോക്ടർ കോണർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, പരിചയപ്പെടുകയാണ്. ഞാൻ നിങ്ങളുടെ പഴയ സുഹൃത്ത് റിച്ചാർഡിന്റെ മകനാണെന്ന് പറയണം. എന്തായാലും റിച്ചാർഡിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ വേഗം തന്നെ അവന് ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല അവർ പണ്ട് നടത്തിയ ഒരു റിസർച്ചിനെ കുറിച്ചും പറയാം. ക്രോസ് സ്പീഷീസ് ജെനറ്റിക്സ്. പണ്ട് അത് തുടങ്ങിയത് അവൻ തന്നെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് എനിക്കറിയില്ല. അതടങ്ങുന്ന ഒരു ഫയൽ അവന്റെ കയ്യിലായിരുന്നു. അവൻ മരിച്ചതുകൊണ്ട് തന്നെ ആ ഫയൽ എവിടെയാണ് വെച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ സമയത്താണ് പീറ്റർ പാർക്കർ ഒരു പേനയെടുത്ത് ഒരു ഇക്വേഷൻ എഴുതി കൊടുക്കുന്നത്. ഇതേ ഇക്വേഷനാണ് അച്ഛന്റെ ഫയലിൽ അവൻ കണ്ടത്. അത് കണ്ട സമയത്ത് ഡോക്ടർ കോണർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത് തന്നെയാണ് അയാൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ അൽഗോരിതം. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പൊ ഡോക്ടർ കോണർ പറയണ ഒരു കാര്യം ചെയ്യ് പീറ്ററെ, നാളെ നിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യ്, നീ നേരെ ഓസ്കോപ്പിലെ എന്റെ ലാബിലേക്ക് വാ, നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറയണം. പിന്നീട് പീറ്റർ പോയി കഴിഞ്ഞു. പീറ്റർ എഴുതി കൊടുത്ത ആ ഒരു പേപ്പർ, ആ പേപ്പറിന്റെ കഷ്ണം കയ്യിൽ വെച്ച് ഡോക്ടർ കോണർ കുറെ നേരം അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇയാളുടെ ലൈഫിലെ ഭൂരിഭാഗവും ചെലവഴിച്ചത് ദാ ഈ കാണുന്ന ഈ സമവാക്യം കണ്ടുപിടിക്കാനാണ്. എന്നാൽ ഈ രീതിയിൽ ഇയാളുടെ കയ്യിലേക്ക് ഇത് എത്തുമെന്ന് ഈ ഡോക്ടർ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇപ്പൊ കണ്ണാടിയിലേക്ക് ഡോക്ടർ കോണർ നോക്കുന്നുണ്ട്. അറ്റുപോയ ആ ഒരു കൈ എന്തായാലും ഇത് പഴയതുപോലെ ആക്കാൻ പറ്റുമെന്ന് അയാൾക്ക് ഇപ്പൊ ഒരു വിശ്വാസമായി. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ പീറ്ററിനെ കാണിക്കുകയാണ്. അവന് മനസ്സിലായി അവൻ എന്തൊക്കെയോ ചില കഴിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന്. അവൻ ആ ഒരു കഴിവുകളൊക്കെ പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ചങ്ങലകൾ അതെല്ലാം പിടിച്ചു തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തായാലും പിന്നീട് നേരെ അവൻ പോകുന്നത് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഹോസ്കോപ്പിലെ അദ്ദേഹത്തിന്റെ ആ ഒരു ലാബിലേക്കാണ്. ലാബിലെത്തിയ സമയത്ത് നമ്മുടെ പീറ്ററിനോട് ഡോക്ടർ കോണർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. വർഷങ്ങളായിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ്പെരിമെന്റ് ക്രോസ് സ്പീഷീസ് ജെനറ്റിക്സ്. അതായത് ഒരു പല്ലി, ആ പല്ലിയുടെ വാല് മുറിഞ്ഞു പോയാൽ അല്പ ദിവസത്തിനുള്ളിൽ തന്നെ ആ വാൽ അവിടെ പുതുതായിട്ട് മുളച്ചു വരും. അതിന്റെ ജെനറ്റിക്സിന്റെ പ്രത്യേകതയാണത്. മാത്രമല്ല ആ ലാബിൽ കൈയില്ലാത്ത ഒരു എലി ഉണ്ടായിരുന്നു. ആ ജെനറ്റിക്സിനെ പൂർണ്ണമായിട്ട് പഠിച്ചെടുത്ത് പലതവണ ഓരോ മരുന്നുകൾ ഉണ്ടാക്കി അങ്ങനെയുള്ള എലികളിൽ കുത്തിവെച്ചെങ്കിലും എല്ലാം ഫെയിലിയർ ആയിരുന്നു. എന്നാൽ ഇപ്പൊ പീറ്റർ എഴുതി കൊടുത്ത ആ അൽഗോരിതം, ആ ഒരു പുതിയ സമവാക്യം, അത് വെച്ച് ഡോക്ടർ കോണർ പുതിയ
പുതിയതായിട്ടൊരു മരുന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിപ്പോൾ ആ ഒരു എലിയിൽ കുത്തിവെച്ചു. ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ല, നമുക്ക് കാത്തിരിക്കാന്ന് പറയണം. അങ്ങനെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ പീറ്റർ നേരെ വീട്ടിലേക്ക് പോവാണ്. നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയ പാട് തന്നെ അങ്കിൾ ബെൻ അവനെ ചീത്ത പറയുന്നുണ്ട്. അതായത് ഇന്ന് അവന്റെ ആന്റി എവിടെയോ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ആന്റിയെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പീറ്റർ പാർക്കർ മറന്നുപോയി. ആന്റി കുറെ ദൂരം നടന്നാണ് വന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ദേഷ്യത്തിലാണ് അങ്കിൾ ബെൻ അവനെ ചീത്ത പറഞ്ഞത് കേട്ടോ. ഇത് കേട്ട് സങ്കടവും ദേഷ്യവും വന്ന പീറ്റർ പാർക്കർ നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ആന്റി അങ്കിളിനോട് പറയണ അവൻ ദേഷ്യത്തിലാ പോയത്, നിങ്ങളൊന്ന് പോയിട്ട് കൂട്ടിയിട്ട് വന്ന് പറയണം. ഇപ്പൊ ബെന്ന് പറയണം അവൻ എവിടെ പോകാനാ, ഞാനിപ്പോ കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങാണ്. എന്നാൽ ഇതേ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നിന്നും കുറച്ച് കാശ് മോഷ്ടിച്ച് ഒരു കള്ളൻ ആ സ്ട്രീറ്റിലൂടെ ഓടി വരുന്നത്. ഇത് അങ്കിൾ ബെൻ കാണുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കിയില്ല, ആ കള്ളനെ കയറി പിടിക്കുകയാണ്. എന്നാൽ ആ കള്ളനാണെങ്കിലോ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് നമ്മുടെ അങ്കിൾ ബെന്നിനെ ഷൂട്ട് ചെയ്യാണ്. ഈ കാര്യം നമ്മുടെ പീറ്റർ പാർക്കർ നേരിട്ട് കണ്ടു. അവൻ ഓടി വരികയാണ്. അപ്പോഴേക്കും ആ ഒരു കള്ളൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ ഓടി വന്ന് അവന്റെ അങ്കിളിനെ മടിയിലിരുത്തുകയാണ്. എന്നാൽ അപ്പോഴേക്കും രക്തം ഒരുപാട് പോയ അവന്റെ അങ്കിൾ അവന്റെ മടിയിൽ കിടന്ന് മരണപ്പെടുകയാണ് കേട്ടോ. അവനെ കൊണ്ട് അത് സഹിക്കാൻ പറ്റില്ല. മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അവൻ അവിടെ നിന്ന് കരയാണ്. അതുപോലെ തന്നെ അധികം വൈകാതെ പോലീസുകാർ വന്നു. അവന്റെ ആന്റിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അങ്കിളിനെ വെടിവെച്ച ആ ഒരു കള്ളന്റെ ഒരു രേഖാചിത്രം അവർ വരച്ചിട്ടുണ്ട്. അവന് മനസ്സിലാക്കാനായിട്ട് ഒരു അടയാളമുണ്ട്. അവന്റെ കൈപ്പത്തിയുടെ മുകളിലായിട്ട് ഒരു സ്റ്റാർ ടാറ്റു ഉണ്ടായിരുന്നു. എന്തായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പോലീസുകാർ അവിടെ നിന്ന് പോയി. എന്നാൽ പീറ്റർ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തില്ല. ആ കള്ളൻ അവൻ ആരായാലും അവൻ എവിടെയാണെങ്കിലും അവനെ ഞാൻ പിടിക്കുമെന്നുള്ള ആ ഒരു വാശിയിലാണ് പീറ്റർ. ആ രാത്രിയിൽ തന്നെ അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ആരും ഉപദ്രവിക്കുന്നതായിട്ട് അവൻ കണ്ടു. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. അവൻ അവിടെ അടിച്ചിടുന്നുണ്ട്. അതായത് അവൻ തേടി വന്ന ആ ഒരു കള്ളൻ ഇതായിരിക്കുമെന്ന് കരുതിയിട്ടാണ്. എന്നാൽ ആ കള്ളൻ ഇതായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവന്റെ കുറച്ച് കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരങ്ങോട്ടേക്ക് ഓടി വരാണ്. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് നേരിടാൻ പീറ്റർ പാർക്കറിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ ആ ഒരു കള്ളന്മാരും. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ പീറ്റർ അറിയാതെ ചുമരിലൂടെയൊക്കെ പറ്റിപ്പിടിച്ച് കയറി പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് അവന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അവൻ കയറുകയാണ്. മാത്രമല്ല ഇതേ സമയം പുറത്തുണ്ടായിരുന്ന കള്ളന്മാര് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ഡാ നീ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നിന്റെ മുഖം ഒരുവിധം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ പൊക്കിക്കൊള്ളാം, അപ്പ തന്നോളം പണി എന്ന് പറയണം. എന്നാൽ പീറ്റർ ഒന്നും മിണ്ടാതെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിന്റെ ചുമരിലായിട്ട് സ്പൈഡർ ഷേപ്പിലുള്ള ഒരു മുഖംമൂടി അവൻ കാണുന്നുണ്ട്. കുറച്ചു നേരം അവൻ അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം അതുപോലെ തന്നെ ഒരു മുഖംമൂടി അവൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇനി ആരും അവന്റെ മുഖം കാണാൻ പാടില്ല, അത് വേറെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ പുതുതായിട്ട് ഒരു മുഖംമൂടി ഉണ്ടാക്കി ഇതിനുശേഷം പിന്നീട് ഓരോ കള്ളന്മാരെയും തപ്പി ഇറങ്ങുകയാണ്. പലരെയും പോയി പിടിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിലൊന്നും പോലീസുകാർ പറഞ്ഞതുപോലെയുള്ള ഒരു നക്ഷത്രത്തിന്റെ ടാറ്റു ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ അവൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു എട്ടുകാലിയെ പോലെ തന്നെ വല വിടാനുള്ള ടെക്നോളജി അത് അവൻ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങുകയാണ്. ഓൾറെഡി ഓസ്കോപ്പ് കമ്പനി അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചില പഠനങ്ങൾ ഒരു വീഡിയോ ആക്കി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും അവന്റെ സ്വന്തം കഴിവുകൊണ്ടും ഒരു മെഷീൻ അവൻ കണ്ടുപിടിച്ച് അത് ഞെക്കുമ്പോൾ അതിൽ നിന്നും വല വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ആ ഒരു മെഷീൻ കൈകളിൽ വെച്ച് അതൊന്ന് പരീക്ഷിക്കണമല്ലോ. അതിനായിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അവൻ പോകുന്നുണ്ട്. ആ വല ഒന്ന് വിട്ടു നോക്കുകയാണ്. അവൻ വിചാരിച്ചതുപോലെ തന്നെ വല പുറത്തേക്ക് വരുന്നുണ്ട്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ആ വലയിൽ തൂങ്ങി ആടി പതിയെ പതിയെ അവൻ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ആദ്യമൊക്കെ ഒരു പേടിയും അതിന്റെ കൂടെ തന്നെ എങ്ങനെ ചെയ്യണമെന്നും അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പയ്യെ 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 കാര്യങ്ങൾ അവന് മനസ്സിലാവാൻ തുടങ്ങി. പിന്നീട് ആ രീതിയിലായി അവൻ ആ ഒരു കള്ളനെ തപ്പൽ. എന്ന അതിവേഗത്തിൽ വന്നു പോകുന്ന ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളെ പലരും കാണാനും നോട്ട് ചെയ്യാനും തുടങ്ങി. വാർത്തയിലൊക്കെ കാട്ടുതീ പോലെ ഈ ഒരു കാര്യം സ്പ്രെഡ് ആവുന്നുണ്ട്. നഗരത്തിൽ പുതിയൊരു അജ്ഞാതനായ ചിലന്തി മനുഷ്യൻ. എന്തായാലും ഇങ്ങനൊരു വിഷയം വന്നാൽ പോലീസുകാർ അത് അന്വേഷിക്കാതിരിക്കില്ലല്ലോ. എന്തായാലും ആ ചുമതല കൊടുത്തിരിക്കുന്നത് ജോർജ് സ്റ്റേസിക്കാണ്. അയാളും അയാളുടെ സഹായം കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ സ്പൈഡർമാനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് എട്ടുകാലിയിൽ വലയിൽ കോർത്ത ഒരു കള്ളനെ താഴേക്ക് ആരോ തൂക്കിയിടുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്പൈഡർമാൻ തന്നെ. ഇതുകൊണ്ട് ഇൻസ്പെക്ടർ ജോർജ് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ പീറ്റർ പാർക്കർ മറ്റൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു സൂട്ട് ആവശ്യമാണ്. കുറെ ചിത്രങ്ങൾ, കുറേയധികം മോഡലുകൾ ഇതെല്ലാം അവൻ വരച്ചുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഫൈനലായിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി ഒരു സ്പൈഡർമാൻ ഒറിജിനൽ സ്യൂട്ട് അവൻ കണ്ടുപിടിക്കുകയാണ്. പിന്നീട് അത് ഇട്ടുകൊണ്ടാണ് അവൻ നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു കള്ളനെ പിടിച്ച് ചുമരിൽ തേച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോലീസുകാരോട് ഇപ്പൊ നമ്മുടെ സ്പൈഡർമാൻ പറയണതാ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളൻ പിടിച്ചു വന്ന്. എന്നാൽ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർക്ക് വേണ്ടത് ആ കള്ളനെ ആയിരുന്നില്ല, പകരം സ്പൈഡർമാനെ ആയിരുന്നു. അവരിപ്പോ സ്പൈഡർമാനെ ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപകടം മനസ്സിലായ സ്പൈഡർമാൻ വേഗം തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. മാത്രമല്ല ആ പോകുന്നതിനിടയിൽ ചില പരിക്കുകളൊക്കെ അവന് പറ്റുന്നുണ്ട് കേട്ടോ. പിന്നീട് ഒരുപാട് വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. എന്നാൽ അവന്റെ കോലം കണ്ട് ആന്റി ചോദിക്കുന്നുണ്ട്, പീറ്ററെ നീ എവിടെയായിരുന്നു? നിനക്ക് എന്താ ഈ പറ്റിയത്? മുഖത്തൊക്കെ ഒരു പാടുണ്ടല്ലോ. ശരിക്കും നീ എന്താ ഈ ചെയ്യുന്നത്? എന്നിൽ നിന്ന് നീ എന്തൊക്കെയോ മാർക്കുന്നുണ്ട്. പറയ പീറ്ററെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പീറ്റർ പറയണ ഒന്നുമില്ല ആന്റി എന്ന് പറഞ്ഞിട്ട് വേഗം റൂമിലേക്ക് കയറി പോവാണ്. എന്നാൽ ആന്റിക്കാണെങ്കിൽ അവന്റെ ഈ ഒരു അവസ്ഥ കണ്ട് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം ഹോസ്കോർപ്പിലെ ആ ലാബ് കാണിക്കുകയാണ്. അവിടെ ഇപ്പൊ ഡോക്ടർ
ഡോക്ടർ കോർണറും അതുപോലെ തന്നെ മിസ്റ്റർ രജിത്തും ഉണ്ട്. രജിത്തിനോട് കോർണർ ആ കാര്യം പറയാണ്. അവസാനം നമ്മളത് കണ്ടുപിടിച്ചു കേട്ടോ. ആ മരുന്ന് ഞാനൊരു എലിയിൽ പരീക്ഷിച്ചു. മാത്രമല്ല അതിന്റെ ഇല്ലാത്ത കൈ അതിന് മുളച്ചു വരികയും ചെയ്തു. അതായത് സക്സസ്ഫുൾ ആണ് നമ്മൾ ഈ പരീക്ഷണത്തിൽ. ഇത് കേട്ട് രജിത്തിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവൻ അപ്പം തന്നെ പറയുന്നുണ്ട് ഓക്കെ ഇനി ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യനിൽ ഇത് നീ പരീക്ഷിക്കണം എന്ന് പറയാണ്. ഡോക്ടർ കോർണർ ആദ്യം ഇങ്ങനെ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടെങ്കിലോ ഒരു പാവ മനുഷ്യന്റെ ജീവൻ ബലി കൊടുക്കുന്നത് പോലെ ആവില്ലേ. അതുകൊണ്ട് തന്നെ ഡോക്ടർ കോർണർ ഇതിനെ എതിർക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് രജിത്തിന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ജോലി ചെയ്തത് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ മരുന്ന് അത് ഈ കമ്പനിയുടെ സ്വത്താണ്. അതുകൊണ്ട് ഈ മരുന്ന് വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോയിക്കോന്ന് പറയണം. വളരെയധികം ദേഷ്യത്തിലാണ് രജിത്ത് അവിടുന്ന് പോകുന്നത്. എന്തായാലും ഡോക്ടർ കോർണർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു സയന്റിസ്റ്റിനെ വെച്ച് രജിത്ത് എന്തായാലും പരീക്ഷണമായിട്ട് മുന്നോട്ടേക്ക് പോകും. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവണ്ട, ഇത് എന്റെ മേത്ത് തന്നെ പരീക്ഷിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഡോക്ടർ കോർണർ ആ മരുന്ന് അയാളുടെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. നമ്മളെവിടെ നിർത്തിയത്, അതായത് രണ്ടും കൽപ്പിച്ച് ഡോക്ടർ കോർണർ ആ മരുന്ന് അയാളുടെ ശരീരത്തിൽ തന്നെ കുത്തിവെക്കുകയാണ്. കുത്തിവെച്ചപാട് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അയാൾ നോക്കി നിൽക്കെ ആ അത്ഭുതം സംഭവിക്കുകയാണ്. ആ മരുന്ന് കുത്തിവെച്ചതിന് ശേഷം ഇയാളുടെ ഒരു കൈ അറ്റുപോയല്ലോ, ആ ഭാഗത്ത് നിന്നും എന്തോ ഇങ്ങനെ താഴേക്ക് മുളച്ചു വരികയാണ്. എന്തോ ഒരു തൊലിയിൽ പൊതിഞ്ഞതുപോലെ. പിന്നീട് ആ ഒരു തൊലി പറിച്ചു കളഞ്ഞപ്പോൾ ശരിക്കും അയാൾ ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട അയാളുടെ കൈ ഇതാ പുതുതായിട്ട് മുളച്ചു വന്നിരിക്കുകയാണ്. ആ സന്തോഷം കാരണം വേഗം തന്നെ റിസപ്ഷനിലേക്ക് ഈ ഡോക്ടർ വിളിക്കുന്നുണ്ട്. രജിത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. എന്നാൽ അപ്പോഴേക്കും രജിത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും അയാൾ എത്രയും പെട്ടെന്ന് കണ്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഡോക്ടർ കോർണർ തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ശരീരത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ അയാൾ താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നേരെ ആ ഒരു ബിൽഡിംഗ് വിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ടാക്സി പോകുന്നുണ്ടായിരുന്നു. ആ ടാക്സി കൈ കാണിച്ച് നിർത്തി. പിന്നീട് അതിൽ കയറുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ആ ഒരു ഡ്രൈവർ ചോദിച്ചപ്പോൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കോർണർ അതിന് ഉത്തരം പറയുന്നത്. മാത്രമല്ല അയാളുടെ മുഖത്ത് ചില വ്യത്യാസങ്ങളും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് നമ്മുടെ ഗുയിൻ സ്റ്റേസി ഉണ്ടല്ലോ, അവളുടെ വീട്ടിൽ കാണിക്കുകയാണ്. ഗുയിൻ സ്റ്റേസിയുമായിട്ട് ഓൾറെഡി നമ്മുടെ പീറ്റർ പാർക്കർ ഒരു സൗഹൃദത്തിലായല്ലോ. കുറച്ചുകൂടി ആ ഒരു സൗഹൃദം ഒന്ന് വളരെയാണ്. വീട്ടിലൊരു പരിപാടി വന്നപ്പോൾ അങ്ങോട്ടേക്ക് അവന് വിളിക്കുന്നുണ്ട്. അവളുടെ അച്ഛനും വന്ന ആ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ആ അച്ഛൻ മറ്റാരുമല്ല, നമ്മുടെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജോർജ് സ്റ്റേസി തന്നെയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സംസാരത്തിലേക്ക് സ്പൈഡർമാൻ കയറി വരികയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ പീറ്റർ പാർക്കർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ പോലീസുകാർ എന്തിനാണ് ശരിക്കും സ്പൈഡർമാനെ വേട്ടയാടുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? എന്നാൽ ജോർജ് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. സ്പൈഡർമാൻ അല്ല സുലൈമാൻ ആണെങ്കിൽ ശരി, നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നീട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജോർജും അതുപോലെ തന്നെ പീറ്ററും തർക്കിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഗുയിൻ അങ്ങോട്ടേക്ക് വരണം. മതി നിങ്ങളുടെ സംസാരം, എന്തായാലും ഭക്ഷണം കഴിക്കുന്നു പറയണം. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പീറ്ററും ഗുന്നും കൂടെ നേരെ അവരുടെ വീട്ടിന്റെ അവരുടെ ടെറസിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമാണ് കേട്ടോ. ഗിന്നിന് പീറ്ററിനെ ഇഷ്ടമാണ്, പീറ്ററിന് ഗുയിനെ ഇഷ്ടമാണ്. എന്നാൽ രണ്ടുപേരും ആ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്നു പറയുന്നില്ല. അതുപോലെ തന്നെ പീറ്റർ പാർക്കറിനാണെങ്കിൽ അവനാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം അവളോട് പറയണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. അതുപോലെ കുറെ നേരം അവനിങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ ഗുയിൻ പറയണം, എന്നാ ശരിയടാ ഞാൻ താഴേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ താഴേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ആ ഒരു സ്പൈഡർ വെബ് വെച്ചിട്ട് ഗുയിനെ പിടിച്ച് അവളുടെ അടുത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇത് കണ്ട് ഗുയിൻ ആകെ ഞെട്ടിപ്പോയി. അപ്പോ പീറ്റർ പാർക്കർ നീയാണ് സ്പൈഡർമാൻ. അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ കിസ് ചെയ്യാണ്. അതായത് താൻ സ്പൈഡർമാൻ ആണെന്നും അതുപോലെ തന്നെ നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്നും ഒറ്റയടിക്ക് അവൻ അങ്ങോട്ട് പറഞ്ഞു കളയാണ്. ശരിക്കും നമ്മുടെ ഗുയിൻ സ്റ്റേസിക്ക് അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. ഇതേ നേരത്താണ് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് രണ്ടുപേരോടും താഴേക്ക് വരാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ പാർക്കറിനോട് പറഞ്ഞ് ഗുയിൻ താഴേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പീറ്റർ നോക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് പോലീസിന്റെ വാഹനങ്ങൾ തിരക്ക് പിടിച്ച് അങ്ങോട്ട് പോവാണ്. എന്തോ വലിയൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലായ പീറ്റർ ഒന്നും നോക്കിയില്ല, താഴേക്ക് എടുത്ത് ചാടുകയാണ്. ഇത് ഗുയിൻ കാണുന്നുണ്ട്. ശരിക്കും അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ്. അവൾ വിചാരിച്ചതുപോലെ ഒരാളല്ലല്ലോ പീറ്റർ പാർക്കർ. ഇപ്പോൾ ഇതേ നേരം തന്നെ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? ഒരു വലിയ പാലം കാണിക്കുകയാണ്. അവിടെ നന്നായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഒരു വാഹനത്തിന് മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ പോകാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പല്ലി മനുഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ പല്ലി മനുഷ്യൻ അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഡോക്ടർ കോർണർ ആയിരുന്നു. ഇയാളുടെ ലക്ഷ്യം കുറച്ചു നേരം മുന്നേ ഇയാളെ പുച്ഛിച്ചു കളഞ്ഞ മിസ്റ്റർ രജിത്ത് ഉണ്ടല്ലോ, അയാളെ കൊന്നുകളയലാണ്. എന്തെന്നറിയില്ല, ആ ഭീകര രൂപത്തിലേക്ക് വന്നതിന് ശേഷം ഡോക്ടർ കോർണർ ഒരു വല്ലാത്ത അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും പെട്ടെന്നാണ് നമ്മുടെ സ്പൈഡർമാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ചാടി തെറിച്ചു വന്ന് അയാളെ ചവിട്ടിയിടുകയാണ് കേട്ടോ. മാത്രമല്ല അയാളെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് ആ ഒരു വലിയ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഒരു കാറ് വീഴുന്നത്. സ്പൈഡർമാൻ അവന്റെ ആ ഒരു വലകൾ ഉപയോഗിച്ച് കാറിനെ പിടിക്കുകയാണ്. വേഗം തന്നെ ആ ഒരു കാറിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മുകളിലേക്ക് വരികയാണ്. തന്റെ കുട്ടി താഴേക്ക് വീണ് നോക്കി ദയനീയാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു അതിന്റെ അച്ഛൻ. ആ അച്ഛന്റെ കയ്യിലേക്ക് ആ ഒരു കുട്ടിയെ കൊടുക്കുകയാണ്. ഇപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എങ്ങനെയാണ് ഇത്രയും വലിയ സാഹസങ്ങൾ നീ കാണിക്കുന്നത്? ഇതേ സമയത്തിന് നമ്മുടെ പീറ്റർ പാർക്കർ പറയുന്നുണ്ട്, ഞാനാണ് സ്പൈഡർമാൻ. ഇത് പറഞ്ഞ് വളരെ വേഗത്തിൽ അവൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം തന്നെ പല്ലിയായി മാറിയ ഡോക്ടർ കോർണർ ഇപ്പൊ നേരെ അവിടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അയാൾ കുത്തിവെച്ച ആ മരുന്നിന്റെ ഡോസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ പതിയെ ഇയാൾ ഒരു മനുഷ്യനായിട്ട് മാറുകയാണ്.
ഇവിടെ സീൻ കട്ടായി പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ഇൻസ്പെക്ടർ ജോർജ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ജോർജ് ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നഗരത്തിൽ പുതുതായിട്ട് മറ്റൊരു പ്രശ്നം കൂടെ വന്നിരിക്കുകയാണ്. ഒരു പല്ലി മനുഷ്യനായാലും ശരി, സ്പൈഡർമാൻ ആയാലും ശരി, എന്തായാലും ഞങ്ങൾ അവരെ പൂട്ടിയിരിക്കും. ഇതേ നേരം തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ ഡോക്ടർ കോണറിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവന് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡോക്ടറോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ അതൊന്നും കേൾക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. പീറ്ററെ നീ പോയിട്ട് പിന്നെ വാ, ഞാനിപ്പോ കുറച്ച് തിരക്കില്ലാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വേഗം അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഡോക്ടറുടെ സ്വഭാവത്തിലും സംസാരത്തിലൊക്കെ നല്ല മാറ്റമുള്ളത് പീറ്റർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഒരു പ്രത്യേകതരം പാടും. പിന്നീട് ഡോക്ടർ പോയി കഴിഞ്ഞ സമയത്താണ് അവൻ മറ്റൊരു കാര്യം നോക്കുന്നത്. അതായത് ഡോക്ടർ കോണറും നമ്മുടെ പീറ്റർ പാർക്കറും കൂടിയിട്ട് ഒരു എലിക്ക് ഈ മരുന്ന് കുത്തിവെച്ചായിരുന്നല്ലോ. ആ എലിക്ക് ഇപ്പൊ കൈ വന്നിട്ടുണ്ട്. മാത്രമല്ല ആ എലിയുടെ സ്വഭാവം ഇപ്പൊ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എലിയെ കൊന്ന് അതിന്റെ ആ ഒരു പച്ച ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ പീറ്റർ പാർക്കറിന് ഒരു കാര്യം മനസ്സിലായി. അവൻ നേരെ ഈ കാര്യം ചെന്ന് ജോർജ് സ്റ്റേസിയോട് പറയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഭീകരനായ പല്ലി മനുഷ്യൻ അത് മറ്റാരുമല്ല ഡോക്ടർ കോണർ ആണെന്ന്. എന്നാൽ ജോർജ് ഈ കാര്യം വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം ഡോക്ടർ കോണർ ആരാണ്? ഓസ്കോപ്പ് എന്ന ഒരു കമ്പനിയിലെ വലിയ സയന്റിസ്റ്റ് ആണ്. മാത്രമല്ല അയാളുടെ മകളുടെ ടീച്ചർ കൂടിയാണ്. ഇപ്പൊ ജോർജ് പറയാണ്, പീറ്റർ ഒരു കാര്യം ചെയ്യ്, നീ തൽക്കാലം ഇവിടുന്ന് പോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നീട് പീറ്റർ പോയി കഴിഞ്ഞതിന് ശേഷം ജോർജ് അയാളുടെ സ്റ്റാഫിനോട് പറയുന്നത്, എന്തായാലും ഒരു കാര്യം ചെയ്യ്, ആ ഡോക്ടർ കോണർ ഉണ്ടല്ലോ അയാളുടെ ഹിസ്റ്ററി ഒന്ന് നിങ്ങൾ എടുക്കുക. ഇതേ നേരം തന്നെ പുറത്തേക്ക് വന്ന പീറ്റർ പാർക്കർ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന കുറച്ച് പല്ലികൾ. അത് കണ്ടപ്പോൾ അവനൊരു ആശയം തോന്നുകയാണ്. പിന്നൊന്നും ആലോചിച്ചില്ല, അവന്റെ ആ ഒരു വസ്ത്രം മാറുന്നുണ്ട്, നേരെ ഡ്രെയിനേജിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതായത് ആ പല്ലി മനുഷ്യൻ പല്ലിയായി മാറിക്കഴിഞ്ഞാൽ പല്ലികളുടെ സ്വഭാവം തന്നെയാണല്ലോ കാണിക്കുക. അതായത് ഡ്രെയിനേജിലൂടെയായിരിക്കും അയാൾ സഞ്ചരിക്കുക. ഇത് മനസ്സിലാക്കിയ പീറ്റർ പാർക്കർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോയിട്ട് അയാളെ പിടിക്കാനായിട്ടുള്ള ഒരു ട്രാപ്പ് ഉണ്ടാക്കുകയാണ്. അതായത് 8 കാലികൾ വല നെയ്യില്ലേ, അതുപോലെ ആ ഡ്രെയിനേജിന്റെ കുറുകയായിട്ട് വലിയൊരു വല നെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് ഒരു ക്യാമറയും ഫിക്സ് ചെയ്യാണ്. പല്ലി മനുഷ്യൻ ഇതിൽ വന്ന് കുടുങ്ങിയാൽ അതിന്റെ ആ ഒരു ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്നാണ് നമ്മുടെ പീറ്റർ പാർക്കർ പോലും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് കുറേയധികം പല്ലികൾ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ആ വലിയ പല്ലി ഉണ്ടായിരുന്നു, അതായത് ഡോക്ടർ കോണർ തന്നെ. സ്പൈഡർമാൻ വിചാരിച്ചതുപോലെ തന്നെ ആ പല്ലി മനുഷ്യൻ വന്ന് ആ വലയിൽ വീണു. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് തന്നെ അവൻ പൊട്ടിച്ചു കളയാണ്. പിന്നീട് അവിടെ വെച്ച് ഈ ഒരു ലിസാർഡും, അതായത് ഈ പല്ലി മനുഷ്യനും അതുപോലെ തന്നെ പീറ്ററും തമ്മിൽ ഒരു നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ശക്തനായ ആ ലിസാർഡിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് പീറ്റർ പാർക്കറിന് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് ധീരരായ യോദ്ധാക്കൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. മറ്റൊന്നുമല്ല, തിരിഞ്ഞു നോക്കാതെ ഓടുക. ഇപ്പൊ സ്പൈഡർമാന് അതല്ലാതെ മറ്റൊരു വഴിയില്ല. എങ്ങനെയൊക്കെയോ അതിന്റെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ അവിടെ ഒട്ടിച്ചു വെച്ച അവന്റെ ക്യാമറ ഉണ്ടല്ലോ, അത് ഈ ലിസാർഡിനെ കിട്ടുകയാണ്. ലിസാർഡ് എന്ന് വെച്ചാൽ പല്ലിയായി മാറിക്കഴിഞ്ഞാൽ ഡോക്ടർ കോണറിനെയാണ് ലിസാർഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ക്യാമറ കിട്ടിയ സമയത്ത് ലിസാർഡിന് ഒരു കാര്യം മനസ്സിലായി, ഇത് അവന്റെ ക്യാമറയാണ്, അതായത് പീറ്റർ പാർക്കറിന്റെ. അതിനർത്ഥം എന്താണ്? സ്പൈഡർമാൻ അത് മറ്റാരുമല്ല, പീറ്റർ പാർക്കർ തന്നെയാണ്. അങ്ങനെ ലിസാർഡ് പീറ്റർ പാർക്കറിനെ തേടി നേരെ അവന്റെ കോളേജിലേക്ക് പോവാണ്. അവിടെ എത്തിയപാട് തന്നെ ലിസാർഡ് ഭയങ്കര അഗ്രസീവായിട്ട് തന്നെ പെരുമാറുകയാണ് കേട്ടോ. കുട്ടികൾ ഇതെല്ലാം കണ്ട് പേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇതേ സമയം പീറ്റർ പാർക്കർ സ്പൈഡർമാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന് ലിസാർഡിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് അവന് പറ്റാവുന്ന രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലിസാർഡ് അത്യാവശ്യം നല്ല കരുത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് സ്പൈഡർമാൻ വിചാരിച്ചതുപോലെ അതിനെ അങ്ങോട്ട് കീഴടക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ ഫൈറ്റിനിടയിൽ ലിസാർഡ് അതിന്റെ ആ ഒരു വാല് തന്നെ മുറിച്ച് കളയുന്നുണ്ട്. എന്നാൽ മുറിച്ച വാല് തനിയെ മുളച്ചു വരികയാണ്. അതുപോലെ തന്നെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ പീറ്റർ പാർക്കർ തോൽക്കും, അല്ലെങ്കിൽ പീറ്റർ പാർക്കറിനെ ഈ ലിസാർഡ് കൊല്ലും എന്ന അവസ്ഥ കണ്ടപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഗുൻ ഉണ്ടായിരുന്നു. അവളൊന്നും നോക്കിയില്ല, കയ്യിൽ കിട്ടിയ എന്തോ ഒന്ന് എടുത്ത് വന്നിട്ട് ഈ ലിസാർഡിന്റെ തലക്കിട്ട് ഒരേറ്റം ഒന്ന് കൊടുക്കുകയാണ്. അതിലവന്റെ ശ്രദ്ധ മാറി. പീറ്റർ വേഗം തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന വല വെച്ച് ഫുള്ളായിട്ട് ലിസാർഡിനെ പൊതിഞ്ഞ് മൂടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ വളരെ സേഫ് ആയിട്ട് പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം നോക്കുമ്പോൾ ലിസാർഡിനെ അവൻ കാണാനില്ല. ലിസാർഡ് ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് പീറ്റർ പാർക്കറിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്. അങ്ങനെ ലിസാർഡ് പോയ ആ ഒരു വഴിയിലൂടെ നമ്മൾ പീറ്റർ പോകുന്ന സമയത്ത് അവൻ വീണ്ടും അതേ ഡ്രെയിനേജിലേക്ക് തന്നെ എത്തുകയാണ്. ലിസാർഡ് അതിനെ തേടിക്കൊണ്ട് അവൻ അതിലൂടെ നടക്കുമ്പോൾ വേഗം തന്നെ ഗുന്നിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യവും പീറ്റർ ഗുന്നിനോട് പറയണം. മാത്രമല്ല ഇപ്പൊ ഡോക്ടർ ആണല്ലോ ലിസാർഡായി മാറിയിരിക്കുന്നത്, അയാളെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു ആന്റിഡോട്ട് ആവശ്യമാണ്. അതുള്ളത് ഓസ്കോപ്പിലെ ലബോറട്ടറിയിലാണ്. നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് അത് എടുക്കണം എന്ന് പറയണം. സോ ഗുൻ ഇപ്പൊ നേരെ ലാബിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ പീറ്റർ ആ ഒരു ഡ്രെയിനേജിലൂടെ പോകുന്ന സമയത്ത് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. അതായത് ഈ ലിസാർഡായി മാറിയതിനു ശേഷം അയാൾ ഡോക്ടർ കോണർ ആണല്ലോ, അയാൾ അവിടെ തന്നെ ചെറിയൊരു ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിൽ ചില ഡാറ്റാസ് പീറ്റർ പാർക്കർ ഇപ്പൊ പരിശോധിച്ച് നോക്കുകയാണ്. അപ്പോഴാണ് പീറ്ററിന് ഞെട്ടിക്കുന്ന ആ ഒരു രഹസ്യം മനസ്സിലാകുന്നത്. ലിസാർഡ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ല, അവന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അതെന്താന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഡിവൈസ് ഉണ്ട്, ഗനാലി ഡിവൈസ്.
ആ ഡിവൈസിൽ ഈ പുതിയ മരുന്ന് നിക്ഷേപിച്ച് ഇവരുടെ ആ ഒരു വലിയ ലബോറട്ടറി ഉണ്ടല്ലോ ഓസ്കോപ്പ്, അതിന്റെ മുകളിൽ വെച്ച് ആ മെഷീൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ നഗരം മുഴുവനായിട്ടും ആ മരുന്ന് സ്പ്രെഡ് ആവും. അതിലൂടെ ഇവിടെയുള്ള മനുഷ്യരെയൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള രൂപമാറ്റം വന്നിട്ടുള്ള പുതിയൊരു തരം ജീവിയാക്കി മാറ്റാൻ കഴിയും. ശരിക്കും അതാണ് അയാളുടെ പദ്ധതി, അത് തന്നെയാണ് അയാൾ ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയ സ്പൈഡർമാൻ നേരെ തന്നെ ഈ ലിസാർഡിനെ പിടിക്കാനായിട്ട് ഓസ്കോപ്പ് ലാബിലേക്ക് പോവാണ്. കാരണം അയാൾ അങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ സ്പൈഡർമാന് മറ്റൊരു വലിയ വെല്ലുവിളി നേരിടേണ്ടി വരികയാണ്. അത് ലിസാർഡ് ആയിരുന്നില്ല, പകരം അത് പോലീസുകാരായിരുന്നു. കാരണം സ്പൈഡർമാനെയും ഒരു ക്രിമിനൽ ആയിട്ടാണ് അവർ കാണുന്നത് കേട്ടോ. എന്തായാലും പോലീസുകാരുടെ മുന്നിൽ ആ സമയത്ത് നമ്മുടെ പീറ്ററിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ താഴേക്ക് വീഴുകയാണ്. അധികം വൈകാതെ അവരെ പോലീസ് വന്ന് പിടിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ജോർജ് സ്റ്റേസി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ജോർജ് വന്നിട്ട് അവന്റെ മുഖംമൂടി ഊരി മാറ്റി നോക്കുമ്പോൾ അവൻ ആരാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ജോർജ് ഞെട്ടിപ്പോവാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ പോലീസുകാരുടെ ആ ഒരു വിലങ്ങ് പൊട്ടിച്ച പീറ്റർ പോലീസുകാരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ജോർജിനോട് ഒരു കാര്യം പറയണം, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞില്ലേ ആ ലിസാർഡ് മറ്റാരുമല്ല ഡോക്ടർ കോണർ ആണെന്ന്. അയാളെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്കൊരു ആന്റിഡോട്ട് ആവശ്യമാണ്. അതെടുക്കാനായിട്ട് ഓസ്കോപ്പ് ലാബിലേക്ക് നിങ്ങളുടെ മകള് പോയിട്ടുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഇപ്പൊ നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിലും തടയാൻ ശ്രമിക്കരുത്. തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂയോർക്ക് സിറ്റി ഇവിടെയുള്ള മനുഷ്യർ നാളെ മറ്റൊരു രൂപത്തിലായിരിക്കും. എന്തായാലും കാര്യം മനസ്സിലായ ജോർജ് അവനെ വിട്ടയക്കുകയാണ്. പിന്നീട് വേഗം തന്നെ പീറ്റർ കുറേയധികം ദൂരെയുള്ള വലിയൊരു ടവർ ഉണ്ട്, അതിന്റെ മുകളിലേക്കാണ് കേട്ടോ ശരിക്കും ഈ ഡോക്ടർ കോണർ പോകുന്നത്. അവിടെ വെച്ച് തന്നെ കെനാലി ഡിവൈസിൽ ആ ഒരു മരുന്ന് നിറച്ച് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഒരു 10-20 മിനിറ്റെങ്കിലും ആവും. എന്നാൽ അത്ര സമയമൊന്നും നമ്മുടെ പീറ്റർ പാർക്കറിനില്ല. അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വലയിൽ തൂങ്ങിയാടി അങ്ങനെ പോവുകയാണ്. പക്ഷേ അവന്റെ കാലിൽ മുറിവായതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കുന്ന വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല. എന്നാൽ ഈ കാര്യമെല്ലാം വാർത്തയിലൂടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അതായത് സ്പൈഡർമാൻ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവന് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ അവന് പരിക്കുള്ളത് കൊണ്ടും ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടും വേഗത്തിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ കാര്യം ആര് കാണുന്നുണ്ട്? സ്പൈഡർമാൻ കുറച്ചു മുന്നേ ഒരു പാലത്തിൽ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ, ആ കുട്ടിയുടെ അച്ഛൻ കാണുകയാണ്. അയാൾ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ആയിരുന്നു. ഇയാൾ വേഗം തന്നെ ഇയാളുടെ സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടുകയാണ്. പിന്നീട് കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നുണ്ട്, സ്പൈഡർമാനെ നമ്മൾ എങ്ങനെയെങ്കിലും സഹായിക്കണം. അങ്ങനെ ഓരോ ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ക്രെയിൻ ഓപ്പറേറ്റർമാരും അവരുടെ ആ ഒരു ക്രെയിനിന്റെ ഹാൻഡ് ഉണ്ടല്ലോ അത് സ്പൈഡർമാന് എളുപ്പത്തിൽ പോകാൻ പാകത്തിന് സെറ്റാക്കി കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ആന്റിഡോട്ട് എടുത്തുകൊണ്ട് ലാബിന്റെ പുറത്തേക്ക് വന്ന ഗുയിനിനെ അവളുടെ അച്ഛൻ ജോർജ് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തടുക്കുകയാണ്. അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ആന്റിഡോട്ട് മേടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഗുയിൻ പറയണം, അച്ഛാ എന്നെ ഇപ്പൊ തടുക്കരുത്, എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത് എന്ന് പറയണം. എന്നാൽ ഈ സമയത്ത് ജോർജ് പറയണ, ഗുയിനെ എല്ലാ കാര്യവും എനിക്കറിയാം, സ്പൈഡർമാൻ ആരാണെന്ന് വരെ എനിക്കറിയാം. എന്തായാലും പീറ്ററിന് ഇപ്പൊ എന്റെ സഹായം ആവശ്യമാണ്. നീ ഒരു കാര്യം ചെയ്യും, ആ ആന്റിഡോട്ട് എന്റെ കയ്യിൽ താ, ഇത് ഞാൻ അവൻ എത്തിച്ചു കൊടുത്തോളാം, നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയണം. അങ്ങനെ ഗുനിനും കാര്യങ്ങൾ മനസ്സിലായി. അച്ഛന്റെ കയ്യിൽ ആ ഒരു ആന്റിഡോട്ട് കൊടുത്ത് അവൾ പോവുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു വലിയ ടവർ അതിന്റെ അടുത്തേക്ക് സ്പൈഡർമാൻ എത്താൻ കഴിഞ്ഞു കേട്ടോ. പക്ഷെ അതിന്റെ മുകളിലേക്ക് ഇനി അവന്റെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ വലിഞ്ഞു കയറണം. സാധാരണ ആരോഗ്യമുള്ള അവസ്ഥയിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ കാലിന് മുറിവായതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് വേഗത്തിൽ കയറാൻ പറ്റുന്നില്ല. എന്നാലും ആ ടവറിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ഗനാലി ഡിവൈസ് ഉണ്ടല്ലോ അത് ആ ടവറിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് അതിലേക്ക് ആ ഒരു സെറോ ആഡ് ചെയ്ത് അധികം വൈകാതെ ആ ഡിവൈസ് ഓണാക്കാൻ നിൽക്കുകയാണ്. പെട്ടെന്നാണ് സ്പൈഡർമാൻ അങ്ങോട്ടേക്ക് ചാടി വരുന്നത് കേട്ടോ. ഇയാളെ ചവിട്ടി താഴേക്ക് ഇടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലിസാർഡ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് താഴേക്ക് വീഴുന്നില്ല. ഇയാൾക്ക് നല്ല കൺട്രോളാണ്. അതിനേക്കാൾ ഉപരി സ്പൈഡർമാനേക്കാളും നല്ല ആരോഗ്യമുണ്ട്. ഒരു കിടിലൻ ഫൈറ്റ് ആകാശത്തിൽ വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഫൈറ്റിനൊടുവിൽ ലിസാർഡ് തന്നെ ജയിക്കുകയാണ്. അതിന്റെ ആ ഒരു വാൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ അവന്റെ 2 കൈകൾ ഉപയോഗിച്ചും സ്പൈഡർമാനെ ഇപ്പൊ ലോക്ക് ചെയ്ത് അങ്ങനെ തൂക്കി പിടിക്കുകയാണ്. കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാനാണ് ലിസാർഡിന്റെ പദ്ധതി. എന്നാൽ ആ സമയത്താണ് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത പീറ്റർ പാർക്കറിന് ഒരു ഐഡിയ തോന്നുന്നത്. അവിടെ ഒരു ലിക്വിഡ് നൈട്രജന്റെ പൈപ്പ് ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് നേരെ ലിസാർഡിന്റെ മേത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പുക അയാളുടെ ദേഹത്തായ ഉടനെ തന്നെ അയാളുടെ ശരീരം ഫ്രീസ് ആവാൻ തുടങ്ങുകയാണ്. പീറ്റർ പാർക്കർ ഇപ്പൊ രക്ഷപ്പെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. കറക്റ്റ് ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഗണ്ണുമായിട്ട് ജോർജ് സ്റ്റേസി വരുന്നത്. ഇയാൾ വന്നപാട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ലിസാർഡിന്റെ കൈകളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. കൈ പൊട്ടിച്ചെതറിപ്പോയി. മാത്രമല്ല ഇപ്പൊ പീറ്ററിനോട് പറയണം, ഇവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം, തൽക്കാലം ഇതാ ഈ ആന്റിഡോട്ട് ഗുയിൻ തന്നതാണ്, ഇത് വെച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേഗം പോയി ചെയ്യുന്നു പറയണം. പീറ്റർ വേഗം തന്നെ ആ ഒരു ആന്റിഡോട്ടുമായിട്ട് ടവറിന്റെ ഏറ്റവും മുകളിലേക്ക് പോവാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലിക്വിഡ് നൈട്രജൻ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു പവർ തീരുകയാണ്. മാത്രമല്ല ജോർജിന്റെ വെടികൊണ്ട് ലിസാർഡിന്റെ പല ഭാവവും പൊട്ടിച്ചെതറിപ്പോയിണ്ടായിരുന്നു. അതെല്ലാം മുളച്ചു വരികയാണ്. പിന്നീട് ആ ലിക്വിഡ് നൈട്രജൻ അതിന്റെ ഉള്ളിൽ നിന്നും ചാടി പുറത്തേക്ക് വന്ന ലിസാർഡ് ആദ്യം ആക്രമിക്കുന്നത് ജോർജിനെയാണ്. അയാളുടെ വയറ്റിൽ വലുതായിട്ട് കീറി മുറിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും നേരെ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ സ്പൈഡർമാൻ ആണെങ്കിൽ ഒട്ടും സമയമില്ല. ഗനാലി ഡിവൈസ് അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിപ്പോ പൊട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സിറം മുഴുവനായിട്ടും സിറ്റിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ആവും. ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഇയാളെ പോലെയുള്ള ലിസാർഡുകളായിട്ട് മാറും. ഓൾറെഡി ചില പോലീസുകാരെ ഇയാൾ ആ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ലിസാർഡുകൾ
ഏർപ്പാടുകളാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ അവസാന നിമിഷത്തിൽ ഗനാലു ഡിവൈസ് പൊട്ടുന്നതിന് മുന്നേ തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന ആ സിറം മാറ്റി അതിലേക്ക് ഇപ്പോൾ ആന്റിഡോട്ട് ആണ് നമ്മുടെ പീറ്റർ പാർക്കർ വെക്കുന്നത്. അപ്പോഴേക്കും അത് പൊട്ടി ആ ആന്റിഡോട്ട് മുഴുവനായിട്ടും അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ അത് താഴേക്ക് വീഴുന്നുണ്ട്. അത് നേരെ വന്ന് ലിസാർഡിന്റെ ദേഹത്തേക്കും വീഴുകയാണ്. അയാൾ പിന്നീട് ലിസാർഡിൽ നിന്നും ഒരു മനുഷ്യ രൂപത്തിലേക്ക്, അതായത് ഡോക്ടർ കോണർ തന്നെ ആയി മാറുകയാണ്. മാത്രമല്ല ഈ സ്ഫോടനത്തിൽ ഈ ബിൽഡിംഗിന്റെ മുകൾ ഭാഗം തകർന്നിട്ടുണ്ട്. ലിസാർഡും അതുപോലെ തന്നെ സ്പൈഡർമാനും താഴേക്ക് വീഴുകയാണ്. സ്പൈഡർമാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വല വിടുന്ന ഡിവൈസ് ഉണ്ടല്ലോ, അത് നേരത്തെ തന്നെ ലിസാർഡ് പൊട്ടിച്ചു കളഞ്ഞതുകൊണ്ട് വല വിട്ടുകൊണ്ട് അവന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവൻ താഴേക്ക് വീഴാണ്. പെട്ടെന്നാണ് ഒരു കൈ വന്നിട്ട് അവനെ പിടിക്കുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ലിസാർഡ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അയാൾക്കൊരു താല്പര്യമില്ല. ആ മരുന്ന് ശരീരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അയാളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോയതാണ്. വീഴാൻ പോയ സ്പൈഡർമാനെ എങ്ങനെയൊക്കെയോ വലിച്ചു മുകളിലേക്ക് കയറ്റിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നീ ഇൻസ്പെക്ടർ ജോർജ് സ്റ്റേസിയുടെ അടുത്തേക്ക് പോകും, അയാൾക്ക് വലിയ പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയാണ്. അപ്പൊ തന്നെ നേരെ പീറ്റർ പോകുന്നത് ജോർജിന്റെ അടുത്തേക്കാണ്. ജോർജിന്റെ വയറ്റിലാണെങ്കിൽ വലിയൊരു മുറിവായിട്ടുണ്ട്. എന്തായാലും രക്ഷപ്പെടില്ല, ജോർജ് എന്തായാലും മരിക്കുന്നത് ജോർജിന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജോർജ് ഇപ്പോൾ പീറ്റർ പാർക്കറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നിന്നെ എന്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിനക്കും അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ കരുതിയതുപോലെ ഒരാളല്ല നീ നല്ലവനാണ്. ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ നീ നേരിടേണ്ടി വരും. ആ പ്രശ്നങ്ങളെ തുടർന്ന് ഒരുപാട് അപകടങ്ങൾ നിന്റെ പിന്നാലെ വരികയും ചെയ്യും. അത് എന്റെ മകളെ ബാധിക്കരുത്. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ നിന്നോടൊരു ആഗ്രഹം പറയാണ്. നീ എനിക്ക് വാക്ക് തരണം, എന്റെ മകളുമായിട്ട് നീ അടുക്കരുത്. കാരണം നിന്റെ പിന്നാലെ വരുന്ന പ്രശ്നങ്ങൾ അവളെ കൂടെ ബാധിക്കും. എനിക്ക് വാക്ക് താ, നീ എന്റെ മകളെ വിട്ടു പോകണമെന്ന് ജോർജ് പറയുന്നുണ്ട്. അങ്ങനെ പീറ്റർ അവസാനം ജോർജിന് വാക്ക് കൊടുക്കുകയാണ്. അധികം വൈകാതെ ജോർജ് മരണപ്പെടുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ചടങ്ങിന് പീറ്റർ പോയില്ല. അതുകൊണ്ട് തന്നെ പീറ്ററെ കണ്ട് സംസാരിക്കാനായിട്ട് ഗുയിൻ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ പീറ്ററെ കണ്ട് അവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പീറ്റർ മുഖം കൊടുക്കുന്നില്ല. അവൻ പറയാണ്, നീ ഇപ്പൊ പോയിക്കോ, എനിക്ക് സംസാരിക്കേണ്ട, അതുപോലെ തന്നെ നമ്മൾ ഇനി കാണണ്ട, നമ്മുടെ ഇടയിൽ ഒന്നുമില്ല, നമ്മൾ പിരിയാണ്. ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് ഗുയിൻ അത് കേൾക്കുന്നത്. അതുപോലെ തന്നെ അവൾക്കൊരു കാര്യം മനസ്സിലായി, പീറ്റർ അവന്റെ സ്വയം ഇഷ്ടപ്രകാരമല്ല ഇത് ചെയ്യുന്നത്. അവളുടെ അച്ഛൻ ജോർജിന് പീറ്റർ വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിലാണ് അവളെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. കരഞ്ഞുകൊണ്ടാണ് പിന്നീട് അവൾ അവിടുന്ന് പോയത്. 1-2 ദിവസം കഴിഞ്ഞു. ഇപ്പൊ പീറ്ററും അതുപോലെ തന്നെ ഗുയിനും അവളുടെ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ തന്നെ പീറ്റർ നന്നായിട്ട് വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഇതേ സമയത്ത് തന്നെ ടീച്ചർ ചോദിക്കുന്നുണ്ട്, അല്ല പീറ്റർ ഇന്നും വൈകിയാണ് നീ വന്നത്? അപ്പൊ തന്നെ അവൻ പറയുന്നുണ്ട്, ടീച്ചറെ ഇന്നത്തേക്ക് മാത്രം, ലാസ്റ്റ് ആയിട്ട്, ഇനി മുതൽ ഞാൻ നേരത്തെ വന്നോളം, ഇതെന്റെ വാക്കാണെന്ന് പറയണം. ഇതേ നേരം അവന്റെ ടീച്ചർ അവനോട് പറയണം, പീറ്ററെ നീ എന്ത് പറഞ്ഞാലും ആരോടും വാക്ക് കൊടുക്കരുത്, ഇന്നേ വരെ നീ വാക്ക് പാലിക്കാത്തവനാണ്. പീറ്ററോട് ടീച്ചർ അങ്ങനെ പറഞ്ഞ സമയത്ത് തൊട്ട് മുന്നിലുണ്ടായിരുന്ന നമ്മുടെ ക്വീൻ സ്റ്റേസി ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവൾക്ക് അറിയായിരുന്നു അവളുടെ അച്ഛന് പീറ്റർ കൊടുത്ത ആ വാക്കൊന്നും പാലിക്കാൻ പോകുന്നില്ല എന്ന്. ഇവിടെ സീൻ കട്ടാവാണ്. പിന്നീട് നഗരത്തിന്റെ മുകളിലോട് പാറി പറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്പൈഡർമാനെ കാണിക്കുകയാണ്. അവന്റെ ലൈഫിൽ ഇനിയും പ്രശ്നങ്ങൾ ഒരുപാട് വരും. എന്നാൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ആദ്യത്തേതുപോലെ അവനൊരു ക്രിമിനൽ ആയിട്ടല്ല പോലീസുകാർ കാണുന്നത്. അവരെ പോലെ തന്നെ ഈ നഗരത്തെ സംരക്ഷിക്കാൻ വന്ന പുതിയൊരാൾ. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. സിനിമയുടെ തുടക്കത്തിൽ അവന്റെ അച്ഛനെ ആരാണ് ആക്രമിക്കാൻ വന്നത്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, അതെല്ലാം ഇതിന്റെ 2ാം ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ 2ാം ഭാഗത്തിൽ ഇതിനേക്കാൾ കൂടുതൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ പീറ്റർ പാർക്കറിന് നേരിടേണ്ടി വരും. അപ്പൊ ആ കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഏകദേശം ഒരു 1000 കമന്റ് ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഇതിന്റെ അടുത്ത ഭാഗം ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.